ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കുകയും പതിര് കെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. ഇതുപോലെ മറ്റു പല ഉദ്ബോധനങ്ങളിലൂടെയും അവൻ ജനത്തെ സദ്വാർത്ത അറിയിച്ചു. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. വീശുമുറം കയ്യിലുള്ള ഒരു നല്ല കൃഷിക്കാരൻ. ആ കൃഷിക്കാരൻ തൻ്റെ വിളവെടുപ്പിന് ശേഷം നല്ല ഗോതമ്പ് തൻ്റെ കളപ്പുരയിൽ കൂട്ടിവെക്കുകയാണ്. എന്നാൽ ആ നല്ല ഗോതമ്പ് മണിയിൽ നിന്നും പതിരെല്ലാം വേർതിരിക്കണം. കാരണം ആ പതിർ അത് ഒന്നിനും ഉപകാരപ്പെടുന്നില്ല. അത് തീയിലിട്ട് ചുട്ടുകളഞ്ഞ് തൻ്റെ കളപ്പുരയെ വൃത്തിയാക്കണം. ഇവിടെ തന്നിലും ശക്തനായവൻ ഈ ലോകത്തിലേക്ക് വരുന്നു. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകുമെന്ന് ആരെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ പറയുന്നുവോ, ആ യേശുവിനെ ഒരു നല്ല കൃഷിക്കാരനായി ഉപമിക്കുകയാണ് വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ. നല്ല കൃഷിക്കാരൻ്റെ വിളവെടുപ്പിലെ നല്ല ഗോതമ്പ് മണികളാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം. പെന്തിക്കോസ്ത ദിനത്തിൽ ലോകത്തിന് നൽകപ്പെടുന്ന ആ പരിശുദ്ധാത്മാവെന്ന അഗ്നി, ആ ആത്മാവിൻ്റെ ദാനം, അത് ഒരു അഗ്നിയായി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിൽ ആ അഗ്നി ജ്വലിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും അവൻ തരുന്ന ആ ഒരു ദൈവാംശം, ആ ദൈവത്തിൻ്റെ ചൈതന്യം, അത് എന്തുകൊണ്ടാണ് അവൻ നമ്മൾക്ക് തരുന്നത്? അവനാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ആ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ നമ്മളിലുള്ള ദൈവാംശവും നഷ്ടപ്പെടുന്നു. ഞാൻ അവനാൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന വിശ്വാസം നമ്മളിൽ വളർന്നാൽ നമ്മുടെ ദൈവ ചൈതന്യവും നമ്മളിൽ ഉണർത്തപ്പെടും. ദൈവാംശം നമ്മളിലെ ആത്മീയതയെ ഉണർത്തുകയും ആത്മാവിന് വേണ്ട ഭക്ഷണം കൊടുക്കുവാനുള്ള ഒരു ആഗ്രഹം, ഒരു തീഷ്ണത നമ്മളിൽ ജനിപ്പിക്കുകയും ചെയ്യുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മിലെ ദൈവികത ഉണർത്തുവാൻ ശ്രമിച്ച ഒരു പ്രവാചകനാണ് വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ. ഒരു തിരിച്ചുവരവിനുള്ള ആഹ്വാനം അവൻ നമ്മൾ ഓരോരുത്തരോടും നടത്തുകയാണ്. നമ്മിലെ ദൈവാംശം, ആ ദൈവിക ചൈതന്യം, അത് കൂടുതലായി തിരിച്ചു പിടിക്കുവാൻ, ഒരു കുഞ്ഞായിരുന്നപ്പോഴുള്ള ആ നിഷ്കളങ്കതയിലേക്ക് നമ്മൾ ഓരോരുത്തരും മടങ്ങിപ്പോകുവാൻ അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം, ആ അഗ്നി അവൻ ധാരാളമായി നമ്മളിൽ ചൊരിയുവാൻ ആഗ്രഹിക്കുന്നു. അവനിലേക്ക് തിരിച്ചു നടക്കുവാൻ സാധിക്കാതെ അവനിൽ നിന്ന് അകന്ന്, അവനിൽ നിന്ന് ദൂരത്ത് നടന്ന് ജീവിതത്തിൻ്റെ സന്ധിയിൽ അസ്തമിക്കുന്നവർക്ക് ആ അഗ്നി ഒരിക്കലും അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല. പരിശുദ്ധാത്മാവെന്ന ആ അഗ്നിയുടെ ബലത്തിൽ, ആ അഗ്നിയുടെ ചൈതന്യത്തിൽ ജീവിതാസ്തമനത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ മുഖത്ത് കാണുന്ന പ്രകാശം, അത് നഷ്ടപ്പെടുത്താതെ നോക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ദൈവം അതിന് നമ്മളെ യോഗ്യരാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.